ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പം കുറച്ച് പ്രീവിയസ് പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഹു പ്രൊപ്പോസ്ഡ് ദ മോഡൽ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ? 4 ചോയ്സസ് ഉണ്ട്. ജോൺ വോൺ ന്യൂമാൻ, ചാൾസ് ബാബേജ്, ടിം കുക്ക് ആൻഡ് വിൻ ചെഫ്. അപ്പം ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഇത്ര ഓപ്ഷൻസ് ഇവരൊക്കെ ആരാണ്, നമുക്ക് ഇവരെക്കുറിച്ച് ആദ്യം ജസ്റ്റ് ഒന്ന് ഇവരാരൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പം അത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഹു പ്രൊപ്പോസ് ദ മോഡൽ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ? പറയാം, ചാൾസ് ബാബേജ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ തൊട്ട് പഠിക്കുകയാണ്. ഇറ്റ്സ് എ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ, റൈറ്റ്? അപ്പോൾ ചാൾസ് ബാബേജ് അല്ല. ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുമ്പം വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ മോഡൽ പ്രപ്പോസ് ചെയ്തത് അദ്ദേഹം തന്നെ ആയിരിക്കും അല്ലേ? കറക്റ്റ് ആൻസർ ഇസ് ജോൺ വോൺ ന്യൂമാൻ. ഓക്കെ, ജോൺ വോൺ ന്യൂമാൻ ഇസ് ദ കറക്റ്റ് ആൻസർ. സോ അപ്പം നമുക്കറിയാം ചാൾസ് ബാബേജ് ആരാണ്? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ടിം കുക്ക് ആരാണ്? നമുക്കൊന്ന് നോക്കാം ഇവരൊക്കെ ആരാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ മോഡൽ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ പ്രപ്പോസ് ചെയ്ത് ആരാണ്? ജോൺ വോൺ ന്യൂമാൻ. ഓക്കെ, ഇനി നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ദ മോഡേൺ കമ്പ്യൂട്ടർ. ഇപ്പോൾ മോഡൽ പ്രപ്പോസ് ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ ആണ്, ബട്ട് പ്രിൻസിപ്പിൾ ഓഫ് ദ മോഡേൺ കമ്പ്യൂട്ടർ വാസ് പ്രപ്പോസ്ഡ് ബൈ അലൻ ട്യൂറിംഗ്. അപ്പം മനസ്സിലാക്കുക, ഡിഫറൻസ് മനസ്സിലാക്കുക. മോഡേൺ കമ്പ്യൂട്ടർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ജോൺ വോൺ ന്യൂമാൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അലൻ ട്യൂറിംഗ് ആണ്. ഇനി അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന അദ്ദേഹം നമുക്ക് പറയാം ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം അല്ലേ? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് അലൻ ട്യൂറിംഗ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹി പ്രൊപ്പോസ്ഡ് എ സിമ്പിൾ, നമ്മൾ TOCയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ട്യൂറിംഗ് മെഷീൻ. സോ ഈ ഇദ്ദേഹമാണ് യൂണിവേഴ്സൽ കമ്പ്യൂട്ടിംഗ് മെഷീൻ, ഒരു സിമ്പിൾ ഡിവൈസ് പ്രൊപ്പോസ് ചെയ്ത് അദ്ദേഹം അതിനെ എന്താ വിളിച്ചു? യൂണിവേഴ്സൽ കമ്പ്യൂട്ടിംഗ് മെഷീൻ. അതിനെയാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പിന്നീട് പേര് വന്നത്. ഓക്കെ, അലൻ ട്യൂറിംഗ് ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അറിയാം ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണ്? ചാൾസ് ബാബേജ്. സോ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആരാണ്? അലൻ ട്യൂറിംഗ്. ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ആസ് എ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, നെക്സ്റ്റ് ടിം കുക്ക് ആരാണ്? നോക്കാം. ടിം കുക്ക് ഹീസ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ആപ്പിൾ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. He's a CEO of Apple company. Okay. Then Winton Greatchef എന്ന് പറയും. He is known as a father of the internet. Father of internet എന്നറിയപ്പെടുന്ന ആരാണ്? Father of internet എന്നറിയപ്പെടുന്ന വിൻറ്റൺ ചെഫ്. ഓക്കെ, ഇപ്പം ചിലപ്പം ഇനി ചില ക്വസ്റ്റ്യൻസിൽ ഇതും ചോദിച്ചാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണ്? ചാൾസ് ബാബേജ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരാണ്? അലൻ ട്യൂറിംഗ്. Then father of internet ആരാണ്? വിൻറ്റൺ ഗ്രേറ്റ്ചെഫ്. Okay, and he is also the co-designer of the TCP/IP protocols and the architecture of the internet. Internet എന്നൊരു പേര് വരുമ്പോഴത്തേക്ക് ആരാണ്? വിൻറ്റൺ ഗ്രേറ്റ്ചെഫ്. Okay, let's move on to the next question. So ഇതിലെ correct answer ഏതാണ്? Who proposed the model of modern computer? John von Neumann. Yes. ചാൾസ് ബാബേജ് ആണോ? അല്ല. ഹീസ് നോൺ ആസ് എ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ടിം കുക്ക് ആണോ? നോ. ഹീസ് എ CEO ഓഫ് ആപ്പിൾ കമ്പനി. വിൻ ചെഫ് ഈസ് എ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്. ഓക്കെ, ഹൂസ് പ്രിൻസിപ്പിൾ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അലൻ ട്യൂറിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ASCII, ദാറ്റ് ഈസ് ASCII. ASCII സ്റ്റാൻഡ്സ് ഫോർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണോ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ ഇന്ത്യൻ ഇൻഫർമേഷൻ ആണോ? ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഓക്കെ, ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ.
അപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ടേമും കൂടെ പരിചയപ്പെടുത്താൻ നമുക്ക്. ദാറ്റ് ഈസ് ഇസ്കി. ആസ്കി അല്ല, ഇസ്കി. എക്ക് വരെ ഐ ആണ്. ISCII. അപ്പോൾ ഈ ഐ നമുക്ക് അവിടെ അമേരിക്കൻ, ഇവിടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ല, സ്ക്രിപ്റ്റ്. ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. നമുക്ക് നോർമലി ഓപ്ഷൻസ് വേണേൽ നമുക്ക് തെറ്റിക്കാനായിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കാണും, പക്ഷേ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ല, സ്ക്രിപ്റ്റ്. എസ്കി മീൻസ് സ്ക്രിപ്റ്റ് കൊടുത്തു വയ്ക്കുക. ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ, ബാക്കി അതെല്ലാം കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. സോ കോഡിംഗ് സ്കീം ഫോർ റെപ്രസെൻറ്റ് വേരിയസ് റൈറ്റിംഗ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യ. ഇറ്റ് എൻകോഡ്സ് മെയിൻ ഇന്ത്യൻ സ്ക്രിപ്റ്റ്സ് ആൻഡ് റോമൻ ട്രാൻസ്ലിറ്ററേഷൻ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാൻഡേർഡ് അല്ല, സ്ക്രിപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The memory that holds data and information permanently are called. പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ഏതാണ്? റാം ആണോ, റോം ആണോ, ക്യാഷ് മെമ്മറി ആണോ, SRAM ആണോ? ആദ്യം നമുക്ക് നോക്കാം, ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം നോക്കാം. റാം മീൻസ് റാൻഡം ആക്സസ് മെമ്മറി, റോം മീൻസ് റീഡ് ഓൺലി മെമ്മറി, ക്യാഷ് മെമ്മറി. ദെൻ SRAM is സ്റ്റാറ്റിക് റാം. ഓക്കെ, അപ്പോൾ റാം എന്ന് പറയുമ്പോഴത്തേക്കും, സോ നമുക്ക് റാം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറി നമുക്കറിയാം, നമ്മൾ എന്ത് ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യും, എന്ത് ഡേറ്റ നമ്മളിപ്പം എന്ത് ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഫസ്റ്റ് അത് എവിടെയാണ് പോകുന്നത്? മെയിൻ മെമ്മറിയിലോട്ടാണ് പോകുന്നത്. നമ്മളൊരു കാര്യം സേവ് ചെയ്യുമ്പോഴത്തേക്കും അത് നോർമലി എങ്ങോട്ടാണ് പോകുന്നത്? പെർമനൻറ്റ് മെമ്മറിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഇറ്റ് വിൽ ബി ഇൻ ദ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ റാമിനെ തന്നെയാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. സേവ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? വെൻ ദ പവർ ഓഫ് ആകുമ്പോഴത്തേക്കും ദ ഡേറ്റ വിൽ ബി ലോസ്റ്റ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. റാം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടെമ്പററി മെമ്മറി ഓർ ദ ഇറ്റ്സ് എ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്കും വോളറ്റൈൽ ആണ്. വോളറ്റൈൽ മീൻസ് പവർ ഫെയിലിയർ വരുവാണെങ്കിൽ ദ ഡേറ്റ വിൽ ബി ലോസ്റ്റ്. സോ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന റാം ആണോ? അല്ല. റീഡ് ഓൺലി മെമ്മറി, റോം. റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുമ്പം മീൻസ് ഇറ്റ് ഈസ് എ പെർമനൻറ്റ് മെമ്മറി. ശരിക്കും നമ്മൾ റോം ബയോസിലാണ്. നമ്മളിപ്പോൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ OS ബൂട്ടിംഗ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് OS എന്ത് ചെയ്യും? മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. അത് ഏത് മെമ്മറി? റോമിലോട്ടാണ്. ഓക്കെ, റോം ബയോസ് എന്ന് പറയും. സോ അവിടെ എന്താണ്? പെർമനൻ്റ്ലി ആണ്. കാരണം പെർമനൻ്റ്ലി ലോഡ് ചെയ്യണം, കാരണം അവിടെയാണ് പെർമനൻ്റ്ലി ലോഡ് ചെയ്യണം. കാരണം നമുക്ക് പവർ ലോസ് ആകുമ്പോൾ OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ബൂട്ടിങ്ങിൻ്റെ ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ ബയോസിലുണ്ടാവുന്ന അല്ലെങ്കിൽ റോം ബയോസിലുണ്ടാവുന്ന പ്രശ്നമാണ്. സോ നമ്മുടെ ഡേറ്റ എന്ന് വെച്ചാൽ പെർമനൻ്റ് സ്റ്റോർ ചെയ്യുന്ന ഇത്തരം മെമ്മറീസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. ഇനി വേറെ ഏതെങ്കിലും പെർമനൻറ്റ് സ്റ്റോറേജ് ഉണ്ടോ എന്ന് നോക്കാം. ക്യാഷ് മെമ്മറിയെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ CPU പ്രൈമറി മെമ്മറി ഇടയ്ക്കിരിക്കുന്ന ആളാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി ലൊക്കേഷൻ മനസ്സിലാക്കുക. നമ്മുടെ CPU പ്രൈമറി മെമ്മറി ഞാൻ നേരത്തെ പറഞ്ഞു റാം. അത് റാമിൻ്റെയും CPUവിൻ്റെയും നടുക്കിരിക്കുന്ന ആളാണ് ക്യാഷ് മെമ്മറി. കാരണം ഈ ശരിക്കും നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ നിന്നും ഡേറ്റ എടുത്ത് വേണമല്ലോ പ്രോസസ്സ് ചെയ്യാൻ. ഇവിടെ നിന്നുള്ള ഡേറ്റ എടുത്ത് വേണം CPUവിൻ്റെ അകത്ത് പോയി പ്രോസസ്സ് ചെയ്യാൻ. സോ അവിടെ നിന്നുള്ള ഡേറ്റ പ്രൈമറി മെമ്മറിയിൽ നിന്നും കിട്ടുവാൻ കുറച്ച് പാടാണ്. ഡേറ്റ ഇവിടെ വന്നാലേ നമുക്ക് പ്രോസസ്സിങ് നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആവശ്യമുള്ള നമുക്ക് ഡേറ്റേനെ എവിടെയോട്ട് സ്റ്റോർ ചെയ്താൽ മതി? ക്യാഷ് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്താൽ മതി. അപ്പം ക്യാഷ് മെമ്മറി ഫാസ്റ്റ് മെമ്മറിയാണ്. അതൊരു ബഫറായിട്ട് ആക്ട് ചെയ്യും. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ക്യാഷ് മെമ്മറിക്കകത്ത് കൊണ്ടിട്ടാൽ മതി. അപ്പം ഈ ക്യാഷ് മെമ്മറി CPUവും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് വളരെ കുറവാണ്. അതുപോലെ ക്യാഷ് മെമ്മറി ഫാസ്റ്ററാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും? ഫാസ്റ്ററായിട്ട് പ്രോസസ്സിങ് നടത്തും. അതിന് വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ ബഫറാണ്. ബഫർ എന്ന് ടെമ്പററി സ്റ്റോറിങ് ആണ് അല്ലേ, പെർമനൻ്റ് ആയിട്ടല്ല. നമുക്ക് കാര്യങ്ങൾ ആവശ്യമുള്ള ഇത് മാത്രം സ്റ്റോർ ചെയ്യുക, അതിനെ എന്ത് ചെയ്യാം? CPUയിലോട്ട് ആക്സസ് ചെയ്യും.
സോ അതുകൊണ്ട് നമുക്കത് എന്ത് പറയാം, അതൊരു ടെമ്പററി മെമ്മറിയാണ്. ഓക്കെ, ശരിക്കും എന്തിനാണ് ക്യാഷ് മെമ്മറി? ഇറ്റ്സ് എ ഫാസ്റ്റ് മെമ്മറി വിച്ച് ആക്ട് ആസ് എ ബഫർ ബിറ്റ്വീൻ ദ റാം ആൻഡ് ദ CPU. ഇറ്റ് ഹോൾഡ്സ് ഫ്രീക്വൻ്റ്ലി റിക്വസ്റ്റഡ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ, സോ ദേ ആർ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ടു ദ CPU വെൻ നീഡഡ്. ഓക്കെ, ശരിക്കും എന്തിനാണ്? ആവറേജ് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടു ആക്സസ് ദ ഡേറ്റ ഫ്രം ദ മെയിൻ മെമ്മറി. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും, കാരണം നമ്മുടെ പ്രൈമറി മെമ്മറിയിലിരിക്കും, നമ്മളിപ്പോൾ എന്ത് ഡേറ്റ ഉണ്ട് അത് പ്രൈമറി മെമ്മറിയിലോട്ടാണ് സേവ് ചെയ്യുമ്പോൾ അതിങ്ങോട്ട് പോകും സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി പിന്നെ അത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മളെവിടെ ഇരിക്കുന്ന ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറിക്കകത്ത് നിന്നും പ്രൈമറി മെമ്മറിക്കകത്ത് നിന്നും CPU പോകണം. ഇപ്പോൾ കുറച്ച് ആവശ്യമുള്ള ഡേറ്റ നമ്മൾ ക്യാഷിൻ്റെ അകത്തുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യണം, CPU പ്രൈമറി മെമ്മറിയിൽ പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി, CPU ആക്സസ് ചെയ്താൽ മതിയാവും. സോറി, ക്യാഷ് മെമ്മറിയിൽ ആക്സസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി ഇത് ക്യാഷിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ വേണമെങ്കിൽ നോക്കുക. ഏറ്റവും മുകളിലിരിക്കുന്ന ആളാണ് CPU. അതിനുശേഷം വരുന്നതാണ് ക്യാഷ്. ക്യാഷിൽ തന്നെ 2 ലെവലുണ്ട്, ലെവൽ 1ഉം ലെവൽ 2. പിന്നെ ആരാ വരുന്നത്, നമ്മുടെ ഈ ഒരു ഓർത്താൽ മതി, ക്യാഷ് കഴിഞ്ഞ ആരാണ്, റാമിൻ്റെയും മെയിൻ മെമ്മറിയുടെയും CPU-ൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ക്യാഷ് ഇരിക്കുന്നത്. അതിൽ CPU-ൻ്റെ അടുത്താണ് നമ്മൾ ലെവൽ 1 ക്യാഷ് ഇരിക്കുന്നത്. CPU കഴിഞ്ഞാണ് ലെവൽ 2 ക്യാഷ് ഇരിക്കുന്നത്. ദെൻ റാം മെമ്മറി, ദെൻ മാസ് സ്റ്റോറേജ്, സെക്കൻഡറി സ്റ്റോറേജ്, ഹാർഡ് ഡിസ്ക് എക്സെട്ര. മനസ്സിലാക്കുക, ഈ ഒരു ഓർഡർ പഠിച്ചു വയ്ക്കുക. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ബാൻഡ് വിഡ്ത്ത് കൂടും, അതേപോലെ താഴോട്ട് വരുമ്പോഴത്തേക്കും ലേറ്റൻസിയും സൈസും കൂടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ക്യാഷ് മെമ്മറി ആണോ? അല്ല. SRAM ആണോ? SRAM is also a volatile memory. Okay, so the correct answer is wrong. Next question, which of the following is an input device? നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് നമ്മൾ എന്താണ് ലോവർ ക്ലാസ്സസിൽ തന്നെ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർഡ് കോപ്പി കിട്ടും, പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ അത് എന്താണ്, നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്, യൂസറിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. സോ ആ ഒരു ഡിവൈസ് എന്താണ്, ഇൻപുട്ട് ഡിവൈസ് ആണോ? അല്ല. സോ ഇറ്റ് ഇസ് എ പ്രിൻ്റർ ഈസ് എൻ ഔട്ട്പുട്ട് ഡിവൈസ്. സ്കാനർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹാർഡ് കോപ്പി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറിനെ സ്കാൻ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് കയറ്റുക. മീൻസ് കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ അതെന്താണ്, given our input to the computer, that is an input device. അപ്പോൾ ഇതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനി പ്ലോട്ടർ എന്ന് വെച്ചാൽ ലൈക്ക്വൈസ് അല്ലേ, നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരുന്ന പ്ലോട്ടർ, ദാറ്റ്സ് ഓൾസോ എൻ ഔട്ട്പുട്ട് ഡിവൈസ്. ദെൻ മോണിറ്റർ എന്താണ്, നമുക്കത് കാണാൻ പറ്റും. മോണിറ്റർ വഴിയാണ് ദാറ്റ് പ്രസൻസ് ഔട്ട്പുട്ട് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. So monitor is also an output device. So ഇതിൽ input device ഏതാണ്, സ്കാനർ. Okay. Next question, study and practice of environmentally sustainable computing or information technology is called. Environmentally sustainable computing, ഇതാണ് green computing. Okay. സോ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്, നമ്മൾ എൻവയോൺമെൻ്റലി ആൻഡ് എക്കോ ഫ്രണ്ട്ലി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സും അതിൻ്റെ റിസോഴ്സസും ആ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റഡീനെ നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എൻവയോൺമെൻ്റലി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എൻവയോൺമെൻ്റലി കമ്പ്യൂട്ടേഴ്സും അതിൻ്റെ റിസോഴ്സസും യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ദെൻ ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാ ബേസിനെക്കാട്ടും ക്യാൻ സ്റ്റോർ ഹ്യൂജ് വോളിയൂംസ് ഓഫ് ഡേറ്റ. അത് പറയുമ്പോഴത്തേക്കും ഓക്കെ, അപ്പോൾ ആ സ്റ്റോറേജ് റിലേറ്റഡ് ആണ് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. അത് പറയുമ്പോഴത്തേക്ക് ഞാൻ ബിഗ് ഡേറ്റയെ കുറച്ച് കാര്യങ്ങളോട് പറയാം. നമുക്ക് 3 V's ഓഫ് ബിഗ് ഡേറ്റ എന്ന് പറയും. അതിൽ 3 Vയിലെ ഫസ്റ്റ് V എന്ന് പറഞ്ഞാൽ വോളിയം, സെക്കൻഡ് V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, തേർഡ് V എന്ന് പറഞ്ഞാൽ വെറൈറ്റി. വോളിയം മീൻസ് എത്ര എമൗണ്ട് ഓഫ് ഡേറ്റയും എന്ത് ഫോം ഓഫ് ഡേറ്റയാണ്, അതാണ് സ്റ്റാൻഡ്സ് ഫോർ വോളിയം. ഫസ്റ്റ് V എന്ന് പറഞ്ഞാൽ വോളിയം, സെക്കൻഡ് V എന്ന് വെച്ചാൽ വെലോസിറ്റി. So second V is velocity. Velocity means provides the time at which the data is collected and analyzed.
ഫസ്റ്റ് വി എന്താണ്? വോളിയം. എത്രത്തോളം ആ എമൗണ്ട് എത്രത്തോളമാണ് അതിൻ്റെ എമൗണ്ട്, മീൻസ് എത്ര എമൗണ്ട് ഓഫ് ഡേറ്റയാണ് ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ഡേറ്റ, വാട്ട് ഫോം ഓഫ് ഡേറ്റ. എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ടെറാബൈറ്റ്സിലാണോ, ഇനി എന്ത് ഫോമിലാണ്, റെക്കോർഡ്സ് ആണ്, ടേബിൾസ് ആണോ അല്ല ഫയൽസ് ആണോ. ഇനി വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ആ ടൈമാണ്, നമുക്ക് എപ്പോഴാണ് ആ ഡേറ്റ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് ആ ടൈമാണ് നമ്മൾ ഡേറ്റ വെലോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. The third V is variety. Variety means it provides a type of data collected. എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്, ഇപ്പോൾ സ്ട്രക്ചേർഡ് ആണോ, സെമി സ്ട്രക്ചേർഡ് ആണോ, അല്ല മിക്സഡ് ആണോ, അൺസ്ട്രക്ചേർഡ് ആണോ. സോ ഏത് ടൈപ്പ്, വാട്ട് ടൈപ്പ് ഓഫ് ഡേറ്റ, അതാണ് തേർഡ് വി, സ്റ്റാൻഡ്സ് ഫോർ വെറൈറ്റി. അപ്പോൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ബിഗ് ഡേറ്റയിൽ 3 V's ഓഫ് ഡേറ്റ ഉണ്ട്. ഏതൊക്കെയാണ്? വോളിയം, വെലോസിറ്റി ആൻഡ് വെറൈറ്റി. ഓക്കെ, വോളിയം, വെലോസിറ്റി ആൻഡ് വെറൈറ്റി. ഓക്കെ, അപ്പം ബിഗ് ഡേറ്റയും അല്ല. നെക്സ്റ്റ് ഇസ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോണിക്. ഇ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓവർ ദ ഇലക്ട്രോണിക് നെറ്റ്വർക്ക് വഴി നമ്മുടെ സെല്ലിങ് ആൻഡ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ്. നമ്മളിപ്പം ഇ കൊമേഴ്സ്, നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്നു, അതൊരു ഇ കൊമേഴ്സ് ആണ്. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നു, അതൊരു ഇ കൊമേഴ്സ് ആണ്. അപ്പോൾ ഇതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്, പ്രൈമർലി ഓവർ ദ ഇൻ്റർനെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സും കൂടെ നോക്കാം. ആക്ച്വലി ദർ ആർ 6 ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ്. പഠിക്കാൻ എളുപ്പമാണ്. B2C, ആദ്യം ബിയും സിയും. ഓക്കെ, ഇതിനായിട്ട് മെയിനായിട്ട് നോക്കേണ്ട ബി സി, ദാറ്റ് ഈസ് ABC. എ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ, ബി എന്ന് പറഞ്ഞാൽ ബിസിനസ്, സി എന്ന് പറഞ്ഞാൽ കസ്റ്റമർ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് B2B ഉണ്ട്. ഫസ്റ്റ് ബി നോക്കാം. B2B ഉണ്ട്, B2C. അതായത് ബി എന്ന് സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ് ടു കസ്റ്റമർ ഉണ്ട്, ബിസിനസ് ടു ബിസിനസ്സും ഉണ്ട്. ഇനി സിൻ്റെ കേസിലാണെങ്കിലോ കസ്റ്റമർ ടു കസ്റ്റമർ ഉണ്ട്, കസ്റ്റമർ ടു ബിസിനസ്സും ഉണ്ട്. അപ്പോൾ 4 ഇനി വരുന്ന എ ആയിട്ട് റിലേറ്റ്. എ ആയിട്ട് 2 പേരുണ്ട്, ബിസിനസ് ടു അഡ്മിനിസ്ട്രേഷനും ഉണ്ട്, ദെൻ കസ്റ്റമർ ടു അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ പഠിക്കാൻ എളുപ്പമല്ലേ? ഇയാളെ വേർതിരിച്ച് വെച്ചു. B2B ഉണ്ട്, B2C. ഓക്കെ, B2 അല്ലെങ്കിൽ നോക്കിയാലും മതി. B2A ഉണ്ട്, B2C ഉണ്ട്, B2B ഉണ്ട്. അതേപോലെ C2A ഉണ്ട്, C2B ഉണ്ട്, C2C ഉണ്ട്. ഓക്കെ, അതിൽ B2C എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ടു കൺസ്യൂമർ. ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുമ്പോൾ കൺസിസ്റ്റ് ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ജനറൽ പബ്ലിക്. ഇനി ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും ബിറ്റ്വീൻ ദ 2 ബിസിനസ്സസ്, അതായത് മാനുഫാക്ചർ ഓഫ് ദ പ്രോഡക്റ്റ്, സെൽസ് പ്രോഡക്ട്സ് ടു ഹോൾസെയിലർ ആൻഡ് ഹോൾസെയിലർ റീസെയിലർ ആണ് ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ. ദെൻ കൺസ്യൂമർ ടു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ബിസിനസ്. എന്നുവെച്ചാൽ ബിസിനസ് ഒരു ഓർഗനൈസേഷനിൽ സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടത്തും via the വെബ്സൈറ്റ്. ഓക്കെ, ദെൻ കൺസ്യൂമർ ടു കൺസ്യൂമർ വരുമ്പോഴത്തേക്കും ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 2 കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലാണ്. ഒരു കൺസ്യൂമർ സെൽസ് ആൻ ഐറ്റം ത്രൂ ആൻ ഓൺലൈൻ ആൻഡ് അതർ കൺസ്യൂമർ എന്ത് ചെയ്യും? അത് പർച്ചേസ് ചെയ്യും. അതാണ് നമ്മുടെ അപ്പം ഞാനിപ്പം ഒരു കൺസ്യൂമർ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പഴയ കാരണം നമ്മളങ്ങനെ സെൽ ചെയ്യും, മറ്റൊരാൾ പർച്ചേസ് ചെയ്യും. അതാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ. ഇനി ബിസിനസ് ടു അഡ്മിനിസ്ട്രേഷൻ എന്താണ്? ബിസിനസ് ടു അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഒരു കമ്പനീസും, അതായത് കമ്പനിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ഏജൻസീസ് തമ്മിലുള്ള ആ ഒരു എന്താണ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് ടു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കൺസ്യൂമർ ടു അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഒരു ഇൻഡിവിജ്വലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇൻഡിവിജ്വൽ കൺസ്യൂമറും ഗവൺമെൻറ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? കൺസ്യൂമർ ടു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 6 ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ്.
സോ ഇതിൽ നമുക്കറിയാം എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്ത് ഇ-കൊമേഴ്സ് ആണോ? അല്ല. സോ ദ ആൻസർ ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ് സിഗ്നൽ. ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ് സിഗ്നൽ. ഓക്കെ, കമ്പൈലർ ആണോ? കമ്പൈലർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ട്രാൻസ്ലേറ്റർ ആണ് അല്ലേ? ഒരു ലാംഗ്വേജിനെ വേറെ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലർ. അതായത് നമ്മുടെ നമ്മളിപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, ആ ലാംഗ്വേജിനെ നമുക്ക് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജിലോട്ട് മാറ്റുന്ന ആരാണ്? കമ്പൈലർ. സോ അപ്പം ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ് സിഗ്നലിനെ കൺവേർട്ട് ചെയ്യുന്ന ആളാണോ? അല്ല. കീബോർഡ് എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഡിവൈസാണ്, അപ്പോൾ ഒരിക്കലും അതല്ല. ഇനി മോഡത്തിൻ്റെ ഫുൾ ഫോം തന്നെയാണ് മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വരുന്ന ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലിലോട്ട് കൺവേർട്ട്, അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലിലോട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. സോ ദ കൺവേർട്ടിങ് ഫ്രം ആ ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ് സിഗ്നൽ ആക്കുന്ന ആരാണ്? മോഡൽ. ഓക്കെ, മൗസ് ആണോ? അല്ല, ഇറ്റ്സ് എൻ ഇൻപുട്ട് ഡിവൈസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് മോഡൽ. നെക്സ്റ്റ്, ഹു ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ? അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി പഠിച്ചു അല്ലേ, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണ്? ചാൾസ് ബാബേജ്. സോ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൻ്റെ ആൻസർ ഇവിടെയും പ്രയോജനപ്പെടുത്താം അല്ലേ. ഈസ് നോൺ ആസ് ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്? ചാൾസ് ബാബേജ്. ഡെന്നിസ് റിച്ചി ആരാണ്? സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഓൾസോ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡെന്നിസ് റിച്ചി. ജോൺ ന്യൂമാൻ നമുക്ക് ഓൾറെഡി അറിയാം, proposed the model of modern computer. So principle of modern computer was proposed by Alan Turing, and also he is known as the father of computer science and artificial intelligence. Okay, ഇനി ടിം ലീ നമ്മളൊരു പുതിയ വ്യക്തിയെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ടിം ലീ അല്ലെങ്കിൽ ടിം ബേർണേഴ്സ്-ലീ എന്ന് പറയാം. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ആണോ? ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ആരാ? നമ്മൾ പഠിച്ചു, വിൻസ്റ്റൺ ഗ്രേച്ചഫ്. അപ്പോൾ ടിം ബേർണേഴ്സ്-ലീ അല്ലെങ്കിൽ ടിം ബേർണേഴ്സ്-ലീ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരാണെന്ന് നോക്കാം. ടിം ബേർണേഴ്സ്-ലീ ഇൻവെൻറ്റഡ് ദ വേൾഡ് വൈഡ് വെബ് ഇൻ 1989. ഓർക്കുക, നമ്മുടെ WWW വേൾഡ് വൈഡ് വെബിൻ്റെ ഇൻവെൻറ്റർ ആരാണ്? ടിം ബേർണേഴ്സ്-ലീ ടിം ലീ ഇൻ 1989. ഓർത്ത് വെച്ചേക്കാം, വർഷം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ടിം ബേർണേഴ്സ്-ലീ എന്ന് പറയുമ്പോൾ നമ്മൾ വേൾഡ് വൈഡ് വെബ് റിലേറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്? ടിം ബേർണേഴ്സ്-ലീ. ഓക്കെ, ഡെന്നിസ് റിച്ചി എന്ന് പറയും ഫാദർ സോ ഡെന്നിസ് റിച്ചി ആണ് ഫാദർ ഓഫ് യൂണിക്സ് ആൻഡ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇനി ടിം ലീ എന്ന് പറയുമ്പോൾ invented World Wide Web in 1989. Okay, പിന്നെ ആൻസർ ചെയ്യുന്നു ചാൾസ് ബാബേജ്. നെക്സ്റ്റ്, the name the protocol used for exchanging data and program files across a network. ഫയൽസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഓരോന്നിൻ്റെ അബ്രിവേഷൻസ് നോക്കാം. DNS, ഡൊമെയിൻ നെയിം സിസ്റ്റം അതെന്ന് അറിയപ്പെടുന്നത്. ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫോൺ ബുക്ക് ഓഫ് ദ ഇൻ്റർനെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഫോൺ ബുക്ക് ഓഫ് ദ ഇൻ്റർനെറ്റ്? എന്താണ് ഈ ഫോൺ ബുക്ക് എന്ന് പറയുന്നത്? വേറൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ടെലിഫോൺ ഡയറക്ടറി, ആ ടെലിഫോൺ ബുക്കിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ പരിസരത്തുള്ള അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ള ആൾക്കാരുടെ എല്ലാം ഫോൺ നമ്പേഴ്സ് നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ പല അഡ്രസ്സുകൾ ഇതിൻ്റെ അകത്ത് ഇൻ്റർനെറ്റിലുള്ള പല ആളുകളുടെ അഡ്രസ്സ്. ആ ആളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റ്, ഈ സൈറ്റിൻ്റെയൊക്കെ അഡ്രസ്സ് അല്ലെങ്കിൽ IP അഡ്രസ്സ് നമുക്ക് എവിടെ കാണും? DNSൻ്റെ അകത്ത് കാണും. ഓക്കെ, സോ നമുക്ക് DNSന് എന്ത് പറയാം? ഫോൺ ബുക്ക് ഓഫ് ദ ഇൻ്റർനെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോട്ടോക്കോൾ ആണോ DNS? അല്ല. ഇനി HTTP മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ. HTTP അറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയാം. S എന്ന് പറയുമ്പോൾ സ്റ്റാൻഡ്സ് ഫോർ സെക്യൂർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇൻ്റർനെറ്റ്. ആ പ്രോട്ടോക്കോളാണ് HTTPS. ഓക്കെ, അപ്പോൾ അതുമല്ല. FTP എന്ന് പറഞ്ഞ പേരെന്നറിയാം, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾസ്. അപ്പോൾ നമുക്ക് ഫയൽസൊക്കെ നമുക്ക് ഓവർ ദ നെറ്റ്വർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് FTP. അപ്പോൾ അടുത്തത് SMTP. നമുക്ക് അറിയാം, സിമ്പിൾ മെയിൽ
നിങ്ങൾക്കറിയാം സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, ആ പേരിൽ തന്നെ അറിയാം ഇമെയിൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള പ്രോട്ടോക്കോളാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. സോ ഫയൽസ് ഒക്കെ ആണെങ്കിൽ ഇതാണ് FTP. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോംസ് ഒക്കെ നമുക്കൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, SMTP മീൻസ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ ഇതുമല്ല, അപ്പോൾ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഇതാണ് FTP. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.